ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. നിങ്ങൾ ബോർഡിൽ കണ്ടതുപോലെ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി എക്സാം പണിപാളി എന്നുള്ള ഒരു ക്യാപ്ഷനൊക്കെ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ എനിക്കറിയാം, ഇപ്പൊ ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾ വളരെ സങ്കടത്തിലാണെന്നാണ് പൊതുവെ നമ്മുടെ ന്യൂസ് ചാനലുകളിലും അതുപോലെ പല യൂട്യൂബുകളുടെ ഒക്കെ കമന്റ് സെഷൻ എനിക്ക് കുറെ സ്റ്റുഡൻസും വേറെ കുറെ അല്ലാതെ ഈ ഫീൽഡിലുള്ള ടീച്ചേഴ്സും കുറച്ച് വീഡിയോസിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പൊ അതിൽ കുറച്ച് വിദ്യാർത്ഥികൾ എന്നോട് ഇതിനെപ്പറ്റി എന്താണ് നമ്മുടെ സജഷൻ എന്നുള്ളതും, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നോ, അതിന്റെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ എന്താണ് എനിക്ക് തോന്നിയതെന്നൊക്കെ നമ്മളോട് ചോദിക്കുകയുണ്ടായി. ഈ വീഡിയോ ഇതുവരെ കണ്ട വിദ്യാർത്ഥികളോടാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾ റിലാക്സ്ഡ് ആണ്, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടു തുടങ്ങിയാൽ ഒരു 10 മിനിറ്റ് വീഡിയോ കാണത്തുള്ളൂ, 10-15 മിനിറ്റ് മാക്സിമം കാണത്തുള്ളൂ. ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് ഈ എക്സാം ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെന്നുള്ളത്. കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞു പോയ കാര്യം നമ്മൾ ഇനിയും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇനിയും വരാൻ പോകുന്ന കാര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ കഴിഞ്ഞു പോയ കാര്യം നമ്മളിങ്ങനെ കുറെ തർക്കിച്ചിട്ടോ അതിനെപ്പറ്റി സംസാരിച്ചിട്ടോ വലിയ കാര്യമൊന്നുമില്ല. അല്ലാതെ ഇനിയും എക്സാം നമ്മൾ വീണ്ടും നടത്തിയെടുക്കാനോ അല്ലെങ്കിൽ, പക്ഷെ എനിക്ക് വളരെ സങ്കടകരമായി തോന്നുന്ന, എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പലർക്കും ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാനൊരു വീഡിയോയുടെ ഇത് കണ്ടതാണ്. +2 വിദ്യാർത്ഥികൾ എക്സാം എഴുതി പാടുപെടുന്നു, അവർ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു, വിദ്യാഭ്യാസ മന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കമന്റുകളും അതേപോലെ ഇങ്ങനത്തെ ക്യാപ്ഷനുകളും എനിക്കത് അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ല. അത് നമ്മൾ ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ, അപ്പൊ അതൊരു സുഖകരമായി, ഞാനിപ്പോ ചിലപ്പോൾ ഈ പറയുന്നതിനോട് വിയോജിപ്പുള്ള ഒരുപാട് പേര് കാണും. നോ പ്രോബ്ലം, അതിനെന്താ, എല്ലാവരും നമ്മൾ പറയുന്നത് യോജിക്കണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ അതൊന്നും അത്ര ഒരു സുഖകരമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ ഒരു റീസൺ, ഞാൻ ഈ കമന്റ് സെഷൻ കാണുമ്പം സ്റ്റുഡൻസിന്റെ പ്രൊഫൈൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അവർക്ക് ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എടുക്കണമെങ്കിൽ ഇത്ര ഏജ് കഴിയണം. മേ ബി അവരുടെ ആരെങ്കിലും പേരൻസിന്റെ ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും കമന്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ആ കമന്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്നല്ല, എന്താണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ അങ്ങ് അധപ്പതിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അതായത് എന്താ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു എക്സാം നടത്തിയ അധ്യാപകൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട അധ്യാപകർക്ക് എന്റെ നടുവിരൽ നമസ്കാരം എന്നൊക്കെ കമന്റ് കണ്ടു. ഞാൻ ആ കമന്റ് ഒന്നും ഞാൻ പിൻ ചെയ്യുന്നില്ല, ഞാനത് കണ്ടു, അത് വിട്ടു. ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യുന്ന കാര്യമില്ല, നമ്മൾ ആരും ഇതൊന്നും ബോധർ ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വിദ്യാർത്ഥികളല്ലേ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ അധപ്പതിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ സജഷൻ. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇത് എടുക്കാം, ഒരു കുഴപ്പമില്ല, പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ എനിക്ക് എക്സാമിനെ പറ്റി, നിങ്ങളുടെ ഇപ്പൊ കഴിഞ്ഞ ബോർഡ് എക്സാമിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലേക്ക് അയച്ചെടുക്കുകയുണ്ടായി. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ, എനിക്കിത് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നു. പക്ഷെ എന്റെ ചില തിരക്കുകൾ കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് നോക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാൻ കാര്യമായിട്ടിരുന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എന്റെ നാട്ടിലുള്ള, എന്റെ സ്ഥലം മാവേലിക്കലാണ്, നമ്മുടെ ഓഫീസൊക്കെ വരുന്നത് എറണാകുളത്താണ്. പക്ഷെ എന്റെ സ്ഥലം, ഞാൻ ഒരു ആലപ്പുഴക്കാരനാണ്, മാവേലിക്കലാണ് എന്റെ സ്ഥലം. അപ്പൊ ആ സ്ഥലത്തുള്ള, ആ നാട്ടിലെ ഗ്രാമത്തിലുള്ള അത്യാവശ്യം പഠിക്കാത്തവരോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എക്സാം ഈസി ആണെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിലും അവർ പഠിച്ചിട്ടില്ല, അവർക്ക് എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കും, അത് വിട്. അത്യാവശ്യം പഠിച്ചിട്ടുള്ള, എൻട്രൻസ് കോച്ചിങ് ഒന്നും പോയിട്ടുള്ളതല്ല, നോർമൽ ട്യൂഷനൊക്കെ പഠിച്ചിട്ടുള്ള, എനിക്കറിയാവുന്ന പേരൻസിന്റെ കുട്ടികളോടും, എനിക്ക് അറിയാവുന്ന, അല്ല എന്നെ അറിയാവുന്ന ഒരു 3-4 കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവരാരും തന്നെ എക്സാം അത്ര അതിമാരക ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നൊരു സജഷൻ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇപ്പൊ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾ, എനിക്ക് എന്റെ ഫാമിലി തന്നെ ഉണ്ട്, ഞാൻ പറയുന്നത് കള്ളമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഇനി അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എന്നോട് പേഴ്സണലി എന്നെ വിളിച്ചിട്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ വിളിച്ചാൽ എന്നെ തന്നെ കിട്ടും, നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾ ഇപ്പൊ +2 ബോർഡ് എക്സാം എഴുതിയ ആളാണ്. ആ കുട്ടിയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നത്. ഞാൻ അതിനോടും ചോദിച്ചു, അവളോടും ഞാൻ ചോദിച്ചു, മോളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോട് പറഞ്ഞത് എത്ര, മൊത്തം നിങ്ങൾക്ക് 29 ക്വസ്റ്റ്യൻ അല്ലേ മൊത്തത്തിലുള്ളത്? 29 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾക്ക് അറിയാം അതിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് മൊത്തം അറ്റൻഡ് ചെയ്യേണ്ട. എന്നോട് പറഞ്ഞത് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്തില്ല, ബാക്കി എല്ലാം അറ്റൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ഓക്കെ, പോട്ടെ, അത് എക്സ്ട്രീം ടാലന്റ് ഉള്ള, അല്ല ഭയങ്കര പഠിക്കുന്ന കുട്ടിയായിരിക്കാം, നമുക്ക് അങ്ങനെ വിചാരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നടത്തിയപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനെ പറ്റി, ഇതിന്റെ ഒരു സൊല്യൂഷൻസ്, ഈ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ ചെയ്തു നോക്കി ചുമ്മാതെ. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ പെട്ടെന്നൊന്ന് പറയാനുള്ള 1-2 ഇപ്പം ഒന്നാമത്തെ
സെഷനിൽ നിന്ന് എടുത്താൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഈസ് നോൺ ആസ് എന്നാലോ അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇതൊരു ക്വസ്റ്റ്യൻ ആണോ? രണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ഈസ് ഡ്രോൺ വിത്ത് ചാർജ് പ്ലസ് ക്യൂ പ്ലേസ്ഡ് അറ്റ് സെന്റർ. ഒരു സെന്ററിൽ ഒരു ചാർജ് ക്യൂ വെച്ചു എന്നിട്ട് അതിന് ചുറ്റും ഒരു സർക്കിൾ വരച്ചു വന്നു. ഓ ആയിക്കോട്ടെ. ദ വർക്ക് ഡൺ മൂവിങ് എ പോയിന്റ് ചാർജ് വൺസ് അറൌണ്ട് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. അതായത് ആ ചാർജിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണല്ലോ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തായാലും ഇരിക്കുന്നത്. അതായത് എല്ലാം ഒരു ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കുമല്ലോ. അതുവഴി ഒരു ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ എടുക്കുന്ന വർക്ക് ഡൺ, അത് വർക്ക് ഡൺ 0 ആണ്. എന്താ കാര്യം? ആ സർക്കിളിന് ചുറ്റുമല്ലേ നിങ്ങൾ കറക്കുന്നത്. അപ്പം സെൻട്രലിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് അവൻ ഇരിക്കുന്നത്. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ ആ വരയ്ക്കുന്ന സർഫസ് ഇക്യൂ പൊട്ടൻഷ്യൽ ആയിരിക്കും. നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് ആണ് അതിന്റെ ചുറ്റുമുള്ള സർഫസ് സ്ഫെറിക്കൽ ഷേപ്പിലോ അല്ലെ നിങ്ങൾ സർക്കുലർ ഷേപ്പിലോ വരച്ചാൽ അത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഇതാർക്കും അറിയാത്ത ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ നിങ്ങൾ ഒരു ചാർജ് മൂവ് ചെയ്യാൻ എടുക്കുന്ന വർക്ക് ഡൺ 0 ആണ്. കാരണം W ഈക്വൽ ടു ക്യൂ വി എന്നാണ്. അല്ല സോറി W ഈക്വൽ ടു ക്യൂ വി എന്നാണ്. ക്യൂ ഇൻറ്റു ഡെൽറ്റ വി എന്നാണ്. അപ്പൊ അവിടെ വർക്ക് ഡൺ കാണാൻ നമ്മളോട് ചോദിക്കുകയാണ്. അവിടെ ഡെൽറ്റ വി ഇല്ല, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇല്ല, കാര്യം ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അവിടെ വർക്ക് ഡൺ 0 ആണ്. എന്ത് ഇത്ര ക്വസ്റ്റ്യൻ? അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് എന്ന് ആലോചിച്ച് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പേരൻസും ഇതൊന്ന് കേൾക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് ദ പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF? പൊളാരിറ്റി കാണാൻ വേണ്ടി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ആകെ ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും പഠിക്കുന്ന 2 ലോ ഉണ്ട് തുടക്കത്തിൽ തന്നെ, ഫാരഡേസ് ലോയും ലെൻസസ് ലോയും. ഫാരഡേ എന്ന് പറഞ്ഞ ലോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പൊളാരിറ്റിയെ പറ്റി സംസാരിച്ചിട്ടില്ല. അതിനെ ഓവർകം ചെയ്തിട്ടാണ് ലെൻസസ് ലോ അദ്ദേഹം ആ റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ആൻസർ ലെൻസസ് ലോ ആണ്. ഫ്രീക്വൻസീസ് ഗാമ, അൾട്രാ വയലറ്റ്, എക്സ്റേ, അതിന്റെ ഫ്രീക്വൻസിയുടെ ഓർഡർ എഴുതാൻ ആർക്കാ ഇത് അറിയാത്തത്? അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എല്ലാം നോക്കിയാലോ. 6ാമത്തെ ക്വസ്റ്റ്യൻ പവർ ഓഫ് ലെൻസ് വന്നിട്ടുണ്ട് +4D -2D. ഫോക്കൽ ലെങ്തിന്റെ ആ കോമ്പിനേഷൻ, അതിനെ കോണ്ടാക്റ്റിൽ വെച്ചാലുള്ള കോമ്പിനേഷൻ, ഇഫക്റ്റീവ് പവർ കാണുക, പവർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ഫോക്കൽ ലെങ്ത് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ഇപ്പം 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ R = ml/ne² tau, where symbol show the resistance of a conductor. റെസിസ്റ്റൻസ് ഈ ഇക്വേഷൻ വെച്ച് R = ρl/a ആണ്. അതിൽ റോ എന്ന് പറയുന്നത് m/ne² tau ആണ്. അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേ ബി ഞാൻ എൻട്രൻസിന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് ഓക്കെ, നമ്മളെ ആസ് എ ടീച്ചർ നമുക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, ഒരു ബോർഡ് എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും, പോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് NCERT-യിൽ അല്ലാത്ത ഒരു സാധനം ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും നോക്കി, എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി. പിന്നെ 1-2 ക്വസ്റ്റ്യൻ ചെറിയ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് 10ാമത്തെ ക്വസ്റ്റ്യൻ എടുത്താല് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടും വോൾട്ടേജും തന്നിട്ടുണ്ട്. I = 10 sin 314t എന്നും വോൾട്ടേജ് 50 sin 314 മലയാളത്തിൽ പറഞ്ഞു പോയി, ക്ഷമിക്കുക, 314t + π/2 എന്നും തന്നിട്ടുണ്ട്. അതായത് അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണെന്ന് അവിടെ തന്നെ മനസ്സിലായി. അതായത് ഒരാള് സൈൻ ω/t എന്നും മറ്റേത് ω/t + π/2 എന്നാണ് കറണ്ടും വോൾട്ടേജും തമ്മിൽ ഇക്വേഷൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെ ഫേസ് ഡിഫറൻസ് ആണ് ഒരെണ്ണം ചോദിച്ചിരിക്കുന്നത്, അത് π/2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പവർ ഡെസിപ്പേഷൻ എന്ത് സർക്യൂട്ട് ആണ്? പവർ എന്ന് പറയുന്നത് VRMS × IRMS × cos φ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ cos φ φ ആണ് ഫേസ് ഡിഫറൻസ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് തോന്നുന്നു, 14ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ ദ കാർബൺ ഐസോടൈപ്പ് ഹാസ് എ ന്യൂക്ലിയർ മാസ് ഓഫ് എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരു വാല്യൂ, കാൽക്കുലേറ്റ് ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞൊരു വാല്യൂ. അപ്പൊ ആ വാല്യൂസ് ഇടുമ്പോൾ ആ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്. അല്ലാതെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ എടുത്താൽ ഞാനിപ്പോ ക്വസ്റ്റ്യനെ പറ്റി തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാണ്. കാരണം എനിക്കൊരു ക്വസ്റ്റ്യനും ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആർക്കാ അറിയാത്ത. അടുത്തത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതൊക്കെ നോർമൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഒരു ആവറേജ്, ഞാൻ ഭയങ്കര സ്മൂത്ത് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറോ അതിന് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറോ എടുത്താൽ അത്ര സ്മൂത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷമോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുത്താൽ കഴിഞ്ഞ 5 വർഷം ചോദിച്ചേക്കുന്നത് ഗോസസ് ലോ ആണ്. ഈ ഗോസസ് ലോ എന്ന് തന്നെ ചോദിച്ചിട്ട് നമ്മളെല്ലാവരും ഗോസസ് ലോ വരും എന്നുള്ള എക്സ്പെക്ടേഷനിൽ അങ്ങോട്ട് ചെന്ന് ചോദിച്ചത് ഗോസസ് ലോ അല്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക്
അത്ര അങ്ങ് ഡിഫിക്കൽട്ട് ആണെന്ന് മക്കളെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. അതാണ് ഒരു റിയാലിറ്റി. ഇനിയും തനിക്ക് അങ്ങനെയൊക്കെ പറയാം, ഞങ്ങളല്ലേ +2 പഠിച്ചത്, ഞാൻ +2 ബോർഡ് എക്സാം എഴുതിയ ആളല്ലേ, ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആളാണ്, 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ്. അത് കഴിഞ്ഞാണ് ഞാൻ സ്റ്റേറ്റ് സിലബസിലേക്ക് എത്തുന്നത്, +2 +1 +2ലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് വരെ മലയാളം മീഡിയം പഠിച്ചിട്ടാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് എത്തുന്നത്. എന്തൊരു ഡിഫിക്കൽട്ട് ആണെന്നറിയാവും. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ വന്നവരാണ്, അല്ലെന്നല്ല, അതൊക്കെ അതെ, ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതല്ല. പക്ഷേ ഇവിടെ പറ്റിപ്പോയ 1-2 പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയ പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ എക്സാം വേണമെങ്കിൽ കുറച്ചുകൂടി ഇവർക്ക് ഈ ഒരു ലെവലിൽ ആലോചിക്കാമായിരുന്നു. മോഡൽ എക്സാം ആ ഒരു ലെവലിലായിരുന്നു ചിന്തിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടുമായിരുന്നു എന്നുള്ളത് സത്യം. 1. 2, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാലം തൊട്ട് തന്നെ നിങ്ങളെ സ്കൂളിലെ ഞാൻ ഒരു ടീച്ചേഴ്സിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇതും ഞാൻ ഈ പറയാൻ പോകുന്ന ഡയലോഗും ഞാൻ പേരന്റിന് വേണ്ടി പറയുകയാണ്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണമെന്ന് നിർണ്ണയിക്കുന്നത് സത്യത്തിൽ ആ അധ്യാപകൻ മാത്രമല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൂടിയാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. സത്യമല്ലേ? ഞാൻ +2 പഠിച്ച ആളാണ്, എനിക്കും അറിയാം ക്ലാസ്സിൽ ഒരു ടീച്ചർ വരുമ്പോൾ നമുക്ക് ഒരു താല്പര്യമില്ല അവർ പഠിപ്പിക്കുന്നത് കേൾക്കണമെന്ന്. അവർ പഠിപ്പിച്ചില്ല അന്ന് അത്ര ഹാപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ ആ ടീച്ചർ തിരുത്തപ്പെടുന്നതുകൊണ്ടല്ല, ടീച്ചർ പഠിപ്പിക്കാതിരുന്നാൽ നമുക്ക് ഒരു ലിമിറ്റിനപ്പുറത്ത് ടീച്ചറിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഇനി 2, ഒബ്വിയസ്ലി അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർ പഠിപ്പിക്കുക തന്നെ വേണം. അപ്പൊ ഉറപ്പായിട്ടും ആ പഠന രീതികൾ മേ ബി കുറച്ചുകൂടെ, അവര് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ആ പഠന രീതികളൊക്കെ കുറച്ചുകൂടെ നന്നാകാമായിരുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യം, ഇതൊന്നും നമുക്ക് തിരുത്തിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ +2 കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത്? നമ്മളൊരു ഡിഗ്രി കോഴ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എൻട്രൻസ് എഴുതാൻ പോകുന്നു, നമ്മളൊരു നീറ്റ് അല്ലെങ്കിൽ JEE പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ NTA പോലൊരു എക്സാം എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ സിവിൽ സർവീസ് പോലത്തെ, അല്ലെങ്കിൽ ഈവൻ കേരളത്തിൽ നടക്കുന്ന ഒരു PSC എക്സാം നിങ്ങൾ എഴുതിക്കാൻ പൊക്കോളൂ. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അവിടെ നമ്മൾ വെറുതെ കാണാതെ പഠിത്തം മാത്രമൊന്നും അല്ലല്ലോ. ഒരു PSC എക്സാം എഴുതാൻ പോലെ അവിടെ മാത്സ് ഇല്ലേ? അവിടെ വെറും കാണാപ്പെടുത്തം മാത്രമൊന്നും അല്ല, ഒബ്വിയസ്ലി ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മുടെ തലച്ചോറ് നമ്മൾ അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ഇതിലേക്ക്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങി, നിങ്ങൾ +2 ഫുൾ A+ വാങ്ങി, നിങ്ങൾ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഒരു അഡ്മിഷൻ എടുക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫ് സക്സസ് ആയില്ലെങ്കിൽ ഈ A+ എല്ലാം കൂടെ കൊണ്ട് എവിടെ കൊണ്ടുവെക്കാനാ? ഫുൾ A+ വാങ്ങിയ ഒത്തിരി വിദ്യാർത്ഥികളെ കണ്ടൊരു അധ്യാപകനാണ് ഞാൻ. എൻട്രൻസിന് പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 120 വിദ്യാർത്ഥികളെ എടുത്താൽ അതിൽ 100 വിദ്യാർത്ഥിയും ഫുൾ A+ വാങ്ങിയതായിരിക്കും. ഈ 100 പേർക്കും ഫുൾ A+ വാങ്ങിയവർക്ക് MBBS കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം ഈ ഫുൾ A+ വാങ്ങി വന്നിരിക്കുന്നത് സ്റ്റേറ്റ് സിലബസിൽ നിന്നാ. ഇതുപോലെ നമ്മൾ പ്രീവിയസ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച്, കാണാതെ പഠിച്ച്, നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ച് നമ്മൾ കുറെ ഫുൾ A+ വാങ്ങി നമ്മൾ അടുത്ത ഒരു ഓപ്ഷൻ എടുക്കുന്നു, എൻട്രൻസ്, നീറ്റ് അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊരു കോഴ്സ് എടുത്തോളും നമ്മൾ അവിടെ പോയി ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഇപ്പൊ ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ വ്യൂവിലേക്ക് പറയാം. മറിച്ച് അതേ നമ്മൾ പഠിച്ച പോലെ തന്നെ ചിലപ്പോൾ നമ്മളെക്കാളും പെർസെൻറ്റേജ് കുറവുള്ള ഒരു CBSE സ്റ്റുഡന്റിനെ എടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോഴും മറ്റ് എക്സാമുകൾ വരുമ്പോഴും നമ്മളെക്കാളും അവൻ ഒരു പടി മുന്നിലായിരിക്കും. അതെ, ഞാൻ എന്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. ഞാൻ എൻട്രൻസ് എഴുതാൻ പോയി, എൻട്രൻസിന് പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം, ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്ത ഒരാളുമാണ്, ഒരു സ്റ്റുഡന്റ് ആണ്. നമ്മൾ അവിടെ പോയി നട്ടം തിരിയുകയായിരുന്നു. അതേ സ്ഥാനത്ത് നവോദയ സ്കൂളുകളിൽ നിന്നും കേന്ദ്ര വിദ്യാലയത്തിൽ നിന്നും ഒക്കെ പഠിച്ചു വന്ന, നല്ല നല്ല CBSE സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന വിദ്യാർത്ഥികളോട് നമ്മൾ അവരോടൊപ്പം നിൽക്കാൻ നമ്മൾ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. പക്ഷെ അവനോട് ഞാൻ ചോദിച്ചു, +2 എത്ര പെർസെൻറ്റേജ് ഉണ്ട്? അവന് ചിലപ്പോൾ 78% കാണത്തുള്ളൂ, നമുക്ക് 92 കാണും, അല്ലെ നമുക്ക് 90% കാണും. പെർസെൻറ്റേജ് വൈസ് അവൻ നമ്മളെക്കാളും താഴെ ആയിരിക്കും. പക്ഷെ ആഫ്റ്റർ ഓൾ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ, എൻട്രൻസ് അല്ലേ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും അവര് നമ്മളെക്കാൾ ഒരു പടി മുമ്പിലാണ്. അപ്പൊ എങ്ങനെ അവരെത്തി? അവരുടെ എക്സാമിന്റെ കൾച്ചർ അങ്ങനെയാണ്, അവരങ്ങനെയാണ് പഠിച്ചു വന്നത്. അപ്പൊ നമ്മളും അങ്ങനെ തന്നെ പഠിച്ചു വരണമായിരുന്നു. പക്ഷെ അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, കഴിഞ്ഞതാണ്, നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന നിങ്ങളിൽ പലർക്കും തന്നെ ഈ ബുദ്ധിമുട്ടാണ്. കമന്റ് സെഷനിൽ ഇങ്ങനെ അധ്യാപകനെ പറ്റിയും ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയും നമ്മുടെ ഗവൺമെന്റിനെ പറ്റിയും ഇങ്ങനെ കുറ്റം പറയുന്ന നിങ്ങളിൽ പലർക്കും A+ കാണും ഫിസിക്സിന്. എഴുതി വെച്ചു, കാണും, നിങ്ങൾ നോക്കിക്കോ, എന്തായാലും കാണും. അപ്പൊ ഇത്
കാരണം അത് അത്ര ഡിഫിക്കൽട്ട് അല്ല എക്സാം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല വാരിക്കൊരു ചുമ്മാ തരുമെന്നല്ല ഞാൻ പറഞ്ഞത്. എക്സാം അത്ര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ല നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ടോ കുറെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇനിയെങ്കിലും നമ്മൾ ഇപ്പൊ +2 കഴിയുന്നു, നമ്മൾ പുതിയൊരു അഡ്മിഷൻ എടുക്കാൻ പോകുന്നു, ഭാവിയിൽ നിങ്ങളൊരു കോളേജിലേക്കൊക്കെ പോകും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്താ മക്കളെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മൾ അടുത്തൊരു നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ വേറൊരാളെ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ടോ ഒരു സിസ്റ്റത്തിനെ മൊത്തത്തിൽ അങ്ങ് കുറ്റം പറയുന്നത് കൊണ്ടോ നമ്മുടെ നാട്ടിന്റെ ഒരു ശീലമാണത്. ഇപ്പം ചിലര് പറയും ഈ റോഡിനൊരു വൃത്തിയില്ല, നമ്മുടെ നാടിനൊരു വൃത്തിയില്ലല്ലോ, ഈ സിസ്റ്റം എന്താ നന്നാവാത്തത്, ഇയാളെന്താ നന്നാവാത്തത് എന്ന് ആദ്യം ചോദിക്കേണ്ടത് നമ്മളെന്താ നന്നാവാത്തതെന്ന്. അതാണ് സത്യം. നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. ഇനി ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്കോർ വേണം, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്, എഴുതുക അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. നിങ്ങൾ എഞ്ചിനീയറിംഗിനൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്, എഞ്ചിനീയറിംഗിന് ഒന്ന് പഠിക്കാൻ പോയി നോക്ക്, അപ്പൊ മനസ്സിലാവും. എഞ്ചിനീയറിംഗിന്റെ ഇപ്പം ഞാൻ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. എഞ്ചിനീയറിംഗിന്റെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ടോപ്പർ വാങ്ങുന്ന പെർസെന്റേജ് മേ ബി 70-72% ആയിരിക്കും. എന്താ അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെ 75 അല്ലെ 80% ആയിരിക്കും. ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എക്സാമിന്റെ കൾച്ചർ അതാണ്. അപ്പൊ അത് നമ്മൾ +1 +2 ശീലിച്ചു വരുന്നതാണ് നല്ലത്. ബട്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഈ കാര്യത്തിൽ. ഇത് ഈ അവസാനം കൊണ്ട് ചെയ്യേണ്ടായിരുന്നു എന്നൊരു സജഷൻ എനിക്കുമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മോഡൽ എക്സാമിനെങ്കിലും അങ്ങനെ ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിരുന്നു. ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്. അപ്പം നമ്മളെ അല്ലെ കുറച്ച് ഡിഫിക്കൽട്ട് അല്ലായിരുന്നു ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ? കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ അതും നമ്മൾ പ്രാക്ടീസ് ചെയ്തവരല്ലേ. സോ നമ്മൾ വേറൊരാളെ കുറ്റപ്പെടുത്താനോ അതിനോ ഇതിനൊന്നും ഉള്ള സമയമല്ല. ചുമ്മാതെ യൂട്യൂബിൽ കയറി ഇരുന്ന് അതിന്റെ താഴെയും കമന്റ് ഇട്ട് വേറെ 2 പേരെയും കുറ്റം പറഞ്ഞ് ഒരു വളരെ മോശമായ വാക്കുകൾ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ആ നടുവിരൽ നമസ്കാരമൊക്കെ കണ്ടപ്പം അത് അത്ര സുഖകരമായി തോന്നിയില്ല. നിങ്ങൾ ഇനിയും വരാൻ പോകുന്ന എക്സാം അടിപൊളിയായിട്ട് പഠിക്കുക. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ്, കാരണം ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒന്നും വീഡിയോ ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ക്ലാസ്സിൽ കൂടുതലും പഠിപ്പിക്കാനും ജനറൽ അവയർനെസ് ഉള്ള കണ്ടന്റുകൾ ചെയ്യാനുമാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഇങ്ങനെ കുറെ വീഡിയോസ് കണ്ടപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെ കേൾക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും പറയണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക. ഇനിയെങ്കിലും നമ്മൾ മാറി തുടങ്ങട്ടെ. ഇനിയും വരാൻ പോകുന്ന ഇപ്പൊ +1 കുട്ടികൾ +2 എത്തുമ്പോഴത്തേക്ക് അവരുടെ ചിന്തകളൊക്കെ മാറട്ടെ. വെറും കാണാതെ പഠിത്തം മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡാറ്റാ സയൻസിന്റെ ഒക്കെ കാലമാണ് ഇനി വരുന്നത്. വെറുതെ കാണാതെ പഠിത്തം കൊണ്ടൊന്നും ഇനി ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. സോ എല്ലാവർക്കും നിങ്ങൾ കോൺഫിഡൻസോടെ ഇരിക്കും, നല്ല കോൺഫിഡൻസോടെ ഇരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ചുമ്മാതെ ആത്മഹത്യാ ഭീഷണി മുഴക്കാനോ അല്ലെങ്കിൽ എന്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്ന ഇതൊന്നും ഇല്ല. എല്ലാവരും പറയും +2 വലിയ ടേണിംഗ് പോയിന്റ് ആണ്. ചുമ്മാതാണ്. +2 നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്നല്ല. പക്ഷെ +2 ഒരിക്കലും നമ്മുടെ ടേണിംഗ് പോയിന്റ് ഒന്നും അല്ല. അതിലൊരു A+കളൊന്നും നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. +2 അത് കഴിഞ്ഞ് ഡിഗ്രി, അത് കഴിഞ്ഞ് PG, അങ്ങനെ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുള്ളതാണ്. ഇത് ലൈഫിൽ കാണുന്ന ചെറിയൊരു ഒബ്സ്റ്റക്കിൾ മാത്രമായിട്ട് നിങ്ങൾ കാണുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.